നമുക്ക് ഇന്ന് സിമ്പിളായിട്ടൊരു പനീർ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോൾ നമുക്ക് പനീർ അതിലേക്ക് ഇട്ടിട്ട് ആവശ്യമായ ഉപ്പ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി ഇത് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് എന്നിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഒറിഗാനോയും സോയാ സോസും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലാ റൈസിലും നന്നായിട്ട് പിടിക്കുന്ന പോലെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ തയ്യാറാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വെജിറ്റേറിയൻസിനൊക്കെ നോയമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. താങ്ക്സ് ഫോർ watching.